പനീറുകറിയാണ് ചെയ്യാൻ പോണത്. കട്ട് വെച്ച് 200 ഗ്രാം പനീറിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് ഗരം മസാലയും ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്യുക. ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. ആ ഫ്രൈ ചെയ്ത് വെച്ച സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കൊത്തിരിച്ച് വെച്ച ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എരിവിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചറും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടായിരുന്നു അരച്ച് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചാറ്റ് മസാല എല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടെല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചൊന്ന് 2 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ.